ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്നൊരു ഡേ ഇൻ മൈ ലൈഫാണ്. അപ്പോൾ കുറച്ച് ദിവസമായി വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്തിട്ട് നല്ല മടിയാണ് കേട്ടോ വീഡിയോ എടുക്കാനും എഡിറ്റ് ചെയ്യാനൊക്കെ. അപ്പോൾ ഇൻഷാ അല്ലാ ഇനി ഇടയ്ക്കൊക്കെ വീഡിയോ ഇടണമെന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. അങ്ങനെന്താ ഞാൻ രാവിലെ തന്നെ കിച്ചണിലെത്തിയിട്ടുണ്ട്. ഇനി പുട്ട് റെഡിയാക്കാണ് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു കപ്പ് പുട്ടുപൊടി എടുത്തിട്ടുണ്ട്. ഇതാ കുറച്ച് വെള്ളത്തിൽ ഉപ്പ് കലക്കിയിട്ട് ഒരു കപ്പ് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വെക്കുകയാണ്. ഇനി 5 മിനിറ്റ് കഴിഞ്ഞാൽ നല്ലോണം കുതിർന്ന് വന്നിട്ടുണ്ടാവും. ആക്ച്വലി ഈ വീഡിയോ എടുത്തിട്ട് ഒരുപാട് ദിവസമായിട്ടാണ്. ഇതൊക്കെ ആഘോഷിച്ച് വീട്ടിൽ നിന്ന് തിരിച്ചെത്തിയ പിറ്റേ ദിവസം എടുത്ത വീഡിയോ ആണ്. കുട്ടികളൊന്നും വീട്ടിൽ നിന്ന് വന്നിട്ടില്ല, അവർ അവിടെ നിന്നിട്ടുണ്ട് കേട്ടോ. ഒരുപാട് ജോലികളുണ്ട്, ക്ലീനിങ് ഒക്കെ ചെയ്യാനുണ്ട്. 1-2 ദിവസമായാലും നമ്മൾ വീട്ടിൽ നിന്ന് മാറി നിന്നാൽ പിറ്റേ ദിവസം വരുമ്പോൾ നമുക്ക് ഇരട്ടി ജോലി ആയിരിക്കുമല്ലോ. അങ്ങനെ ക്ലീനിങ് ചെയ്യാനൊക്കെ നല്ലോണം ഉണ്ട്. ഒക്കെ പൊടി പിടിച്ചിട്ടുണ്ട്. ചായയൊക്കെ കുടിച്ചിട്ട് അതിനായിട്ട് ഇറങ്ങാമെന്ന് വിചാരിച്ചു കേട്ടോ. ഇതാ ആദ്യം തന്നെ സിറ്റൗട്ട് ഒന്ന് ക്ലീൻ ആക്കിയിടാമെന്ന് വിചാരിച്ചു. അത്യാവശ്യം പൊടിയൊക്കെ പിടിച്ചിട്ടുണ്ട് കേട്ടോ. അതൊക്കെ ഒന്ന് തട്ടിയിട്ട് അടിച്ച് വാരിയിടണം. പിന്നെ മുറ്റത്ത് നല്ലോണം ഇലകളൊക്കെ പൊഴിഞ്ഞിട്ടുണ്ട്. ഇതാ ചെടികളൊക്കെ ഒന്ന് നനച്ചു കൊടുക്കുകയാണ്. അപ്പോൾ അതിൽക്ക് നനച്ചു കൊടുക്കാറുണ്ട് കേട്ടോ. അതുകൊണ്ട് തന്നെ ചെടികളൊന്നും മോശമായി പോയിട്ടില്ല. പിന്നെ ഇടയ്ക്കൊക്കെ ഇതുപോലെ ലീഫ് ഒന്ന് കഴുകിയാൽ നല്ലൊരു ഫ്രഷ് ഫീലായിരിക്കുമല്ലോ. അപ്പോൾ അതിൻ്റെ ലീഫിലൊക്കെ അത്യാവശ്യം നല്ലോണം പൊടി പിടിച്ചിട്ടുണ്ടാവും.
കിച്ചണിലെത്തിയിട്ടുണ്ട്. ഇനി ചോറിനുള്ള വെള്ളം വെക്കുകയാണ്. ഇത് അരി ഇടണം കേട്ടോ. അപ്പം അതിന് മുന്നേ ഞാൻ ആ ചൂടുവെള്ളം കൊണ്ട് ഒരു പ്രാവശ്യം നല്ലോണം ഒന്ന് അരി കഴുകും. ഒരുപാട് വിഷാംശങ്ങളൊക്കെ ഉണ്ടാവും ഇപ്പോഴത്തെ അരിയിലൊക്കെ. പിന്നെ അത് അരിയൊക്കെ ഒന്ന് തിളച്ച് വന്നപ്പോൾ ഞാൻ റൈസ് കുക്കറിലോട്ട് ഇറക്കി വെച്ചു. ഇനി ഇൻഡോർ പ്ലാന്റ്സിനൊക്കെ ഒന്ന് നനച്ച് കൊടുക്കുകയാണ്. പിന്നെ ഉച്ചക്കാണ് കേട്ടോ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പം നമുക്ക് ഇന്ന് ലഞ്ചിന് ചോറും ചിക്കൻ വരട്ടിയതും ചീരയില പരിപ്പ് കറിയാണ് കേട്ടോ. അപ്പോൾ അതൊക്കെ കൂട്ടിയിട്ട് ലഞ്ചൊക്കെ കഴിച്ചു. പിന്നെ അതൊരു ഈവനിങ് ആയപ്പോൾ എൻ്റെ വീടിൻ്റെ അടുത്തുണ്ട് കേട്ടോ ഒരു ഫെസ്റ്റ്, പാണക്കാട് ഫെസ്റ്റ്. അത് കാണാൻ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ വീട്ടിൽ നിന്ന് ഉമ്മയും അനിയത്തിയാളും എൻ്റെ കുട്ടികളും വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ബ്രദറിലോൻ്റെ കൂടെ വന്നിട്ടുണ്ടായിരുന്നത്. ഈ ഫെസ്റ്റ് ജീവകാരുണ്യ പ്രവർത്തനത്തിൻ്റെ ഫണ്ട് സ്വരൂപിക്കാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കിയിട്ടുള്ളൊരു ഫെസ്റ്റാണ് കേട്ടോ. ഇവിടെ വിദേശ പക്ഷികൾ, അലങ്കാര മത്സ്യങ്ങൾ, അങ്ങനത്തെ കുറച്ച് ഐറ്റംസൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ കലാപരിപാടികൾ, വിപണന സ്റ്റാളുകൾ, അതുപോലെ പലതരം ഫുഡിൻ്റെ സ്റ്റാളുകൾ, അങ്ങനത്തെ ഒക്കെ ആയിരുന്നു കേട്ടോ ഉണ്ടായിരുന്നത്. അപ്പോൾ ഇവിടുത്തെ കുറച്ച് കാഴ്ചകൾ കാണാം.
അപ്പോൾ ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. വേറൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ഓക്കെ.